വേഗം ലേണിംഗ്. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണോ? ആണോ മക്കളെ? റെഡി ആയിട്ട് ഇരിക്കുകയാണോ? എങ്കിൽ മിസ് ചാപ്റ്ററിലേക്ക് കിടക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മള് ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്, വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ കർഷകന്റെ കൃഷിയുടെ പ്രാധാന്യം ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലേ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിങ്ങളിൽ എത്ര പേർക്ക് ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ കൃഷിക്കാരിയാവാൻ താല്പര്യമുള്ളവരുണ്ട്? ഉണ്ടോ? പലർക്കും മടിയാണല്ലേ. ഞാനൊരു കൃഷിക്കാരി ആവുന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ ഒരു കർഷകനാവുന്നൊക്കെ പറയാൻ പലർക്കും മടിയാണ്. പക്ഷെ അങ്ങനെ മടി കാണിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. കർഷകർ എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. അപ്പൊ നോക്കൂ മക്കളെ, നമ്മൾ ഈ കർഷകർ ഈ കൃഷി ചെയ്യുമ്പോൾ ഒരേ കൃഷിയാണോ? കൃഷി എന്ന് പറഞ്ഞാൽ നെല്ല് മാത്രമാണോ കൃഷി ചെയ്യുന്നത്? അല്ലല്ലേ, പലതരം കൃഷികളുണ്ട്. അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മക്കൾക്കറിയാവോ? ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. മത്സ്യ കൃഷി ചെയ്യുന്നവരില്ലേ? ഇല്ലേ, മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്. കന്നുകാലികളെ പരിപാലിക്കുന്നവരുണ്ട്. അതേപോലെ കൂണിനെ കൃഷി ചെയ്യുന്നതുണ്ട്. അതേപോലെ നമ്മുടെ മുയൽക്കുട്ടനെ കണ്ടോ? നമ്മുടെ മുയലിനെ വളർത്തുന്നവരില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് അഗ്രികൾച്ചറിൽ പെടുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എടുത്ത് പഠിക്കാം. ഓരോന്നിനും എന്തുണ്ട്? അതിൻ്റെതായ പേരുകളുണ്ട്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം? എടുത്തെടുത്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പശുവിനെ വളർത്തുന്നവരില്ലേ, അല്ലെ? നമ്മുടെ കന്നുകാലികളെ പരിപാലിക്കുന്നവരില്ലേ? അതിനെ കുറിച്ചാണ്. അങ്ങനെ കന്നുകാലികളെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ വളർത്തുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാ നമ്മൾ കന്നുകാലികളെ വളർത്താറുള്ളത്? പാലിന് വേണ്ടിയിട്ട്, മാംസത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കന്നുകാലികളെ വളർത്തുന്നവരുണ്ട് അല്ലെ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? റിയറിംഗ് കാറ്റൽ ഫോർ മിൽക്ക് ആൻഡ് മീറ്റ്, പാലിനും മാംസത്തിനും വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെ കന്നുകാലികൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ പശു അല്ലെങ്കിൽ എരുമ, ആട്, ഇതൊക്കെ എന്താണ്? കന്നുകാലികളാണല്ലേ. അപ്പൊ ഈ കന്നുകാലികളുടെ കുറച്ച് വെറൈറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കന്നുകാലി പരിപാലനം അഥവാ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിനും മാംസത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കന്നുകാലികളെ വളർത്തുന്നതിനെയാണ് നമ്മൾ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അഥവാ കന്നുകാലി പരിപാലനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് വെറൈറ്റീസ്, പശുവിന്റെ കുറച്ച് വെറൈറ്റീസ്, എരുമയുടെ കുറച്ച് വെറൈറ്റീസ്, ആടിന്റെ കുറച്ച് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ നോക്കിട്ടോ, ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പശുവിന്റെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇത്? കാണുമ്പോൾ മക്കളെ നിങ്ങൾക്ക് തോന്നും എന്താണ്? ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല എന്ന് തോന്നും. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, വൺ വേർഡിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. വൺ വേർഡിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പശു, എരുമയുടെയും ആടിന്റെയും കുറച്ച് വെറൈറ്റീസ് ആണ് നോക്കാം. ഒന്നാമത്തെ പശുവിന്റെ ഏതൊക്കെയാ? ജേഴ്സി, ഹോസ്റ്റീൻ, ഫ്രിഷ്യൻ വെച്ചു. ഇത് നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, തലേ കയറി നമുക്ക് എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് പഠിക്കാം കേട്ടോ. ഇപ്പൊ എരുമയുടെ മുറ, നീലിരവി, ബദാവരി. ആടിന്റെ ഏതാ? ആടിന്റെ തലശ്ശേരി, ജന്യാപാരി, ബോയർ. ഇപ്പൊ ഉദാഹരണത്തിന് മിസ് ഒരു കോഡ് ഇട്ട് തരാം. ആടിന്റെ മിസ് ഒരു കോഡ് തരാം. എന്താണ്? നമ്മുടെ എന്ത് ചെയ്തു? ആടെ ജംനാപ്യാരിനെ കൂട്ടി തലശ്ശേരിയിലേക്ക് ആരെ കാണാൻ പോയി? ബോയറിനെ കാണാൻ പോയി എന്നങ്ങനെ എന്ത് ചെയ്യാ? അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഇട്ടിട്ട് മക്കൾ പഠിക്കണം കേട്ടോ. അപ്പൊ ആടെ എന്ത് ചെയ്തു? ജംനാപ്യാരിനെ കൂട്ടി തലശ്ശേരിയിലേക്ക് ആരെ കാണാൻ പോയി? ബോയറിനെ കാണാൻ പോയി. അപ്പൊ ആടിന്റെ വെറൈറ്റീസ് ഓക്കെ അല്ലേ? അങ്ങനെ മക്കൾക്ക് ഉതകുന്ന രീതിയിൽ മക്കൾ എന്ത് ചെയ്യാ? എന്തെങ്കിലും ഒരു കോഡ് ഇട്ട് പഠിക്കാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നതിനൊക്കെ ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ടാകും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? എന്തെങ്കിലും ഒരു കോഡ് ഇട്ടിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് അഥവാ കന്നുകാലി പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കന്നുകാലികൾ എന്ത് ചെയ്യുക? പാലിനും മാംസത്തിനും വേണ്ടിയിട്ട്, കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരിപാലിക്കുന്നതിനെയാണ് നമ്മൾ കന്നുകാലി പരിപാലനം അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റാണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കൃഷി രീതിയിലേക്ക്, അടുത്ത മെത്തേഡ് ഓഫ് അഗ്രികൾച്ചറിലേക്ക് നമുക്ക് പോയാലോ? നോക്കിട്ടോ, ശ്രദ്ധിക്കട്ടോ. അപ്പൊ നോക്കാം, നമ്മുടെ കന്നുകാലികളെ പരിപാലിക്കുന്ന പോലെ പലരുടെയും വീട്ടിൽ കോഴിയും താറാവിനും ഒക്കെ വളർത്തുന്നുണ്ടാവില്ലേ? ഇല്ല, നിങ്ങളെ പലരുടെയും വീട്ടിൽ എന്തുണ്ടാകും? കോഴിക്കളെ വളർത്തുന്നവരുണ്ടാവും, താറാവിനെ വളർത്തുന്നവരുണ്ടാവും. ഇങ്ങനെ പല കോയിലിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ചിലരുടെ വീട്ടിലൊക്കെ കാണാം. അപ്പൊ എന്താണ് പൗൾട്രി ഫാമിംഗ് അഥവാ പക്ഷി പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പക്ഷികളെ പരിപാലിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ വളർത്തുന്നത്?
എന്തിനു വേണ്ടിയിട്ടാ? ഒന്നുകിൽ എന്താണ് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ അങ്ങനെ കോഴി മുറിച്ച് പൊരിച്ച് തിന്നാനല്ലേ. അപ്പൊ മാംസത്തിന് വേണ്ടിയിട്ടും പിന്നെ എന്തിനാ മുട്ടയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇവരെ പരിപാലിക്കാറുണ്ട്, ഇവരെ വളർത്താറുണ്ട്. അപ്പൊ ഈ ഒരു ശാസ്ത്രീയമായ ഈ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൗൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ പക്ഷി പരിപാലനം എന്ന് പറയും. പക്ഷി പരിപാലനം അല്ലെങ്കിൽ പൗൾട്രി ഫാമിംഗ് കേട്ടോ. അപ്പൊ മുട്ടയ്ക്ക് മാംസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആരെ വളർത്തുക? നമ്മൾ പക്ഷികളെ പരിപാലിക്കുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൗൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ പക്ഷി പരിപാലനം എന്ന് വിളിക്കുന്നത്. സെറ്റാണോ? സെറ്റല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പശുവിന്റെ, എരുമിന്റെ, ആടിന്റെയും വെറൈറ്റീസ് പഠിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇതിലെ കോഴിന്റെയും താറാവിന്റെയും കാടയുടെയും വെറൈറ്റീസ് നോക്കാനുണ്ട്. ഒന്ന് നോക്കൂ മക്കളെ. കോഴിയുടെ ഏതൊക്കെയാ? കോഴി എന്താണ്? കോഴിക്കളായ അതുല്യയും ഗ്രാമലക്ഷ്മിയും. ആരൊക്കെയാണ്? കോഴിക്കളായ അതുല്യയും ഗ്രാമലക്ഷ്മിയും കൂടി ആരെ വായി നോക്കി? വൈറ്റേക്കോണ വായി നോക്കി. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡിട്ട് പഠിക്കട്ടെ മക്കളെ, അല്ലെങ്കിൽ മറന്നു പോകും. അതുകൊണ്ടാ. അപ്പൊ താറാവിന്റെ മക്കളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. മസ്കവി, ചാര, ചെമ്പല്ലിയാണ് താറാവിന്റെ മക്കൾ കേട്ടോ. അതേപോലെ കാട ജപ്പാനീസ് ബോബ് വൈറ്റ്. ഓക്കെ, സെറ്റാണോ? അപ്പൊ നമ്മളെ പക്ഷി പരിപാലനം അല്ലെങ്കിൽ പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയറിംഗ് ബേർഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്. നമ്മൾ എന്ത് ചെയ്യുക? പക്ഷികളെ വളർത്തുക. എന്തിനു വേണ്ടിയിട്ട്? മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ട് നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് നമ്മൾ പൗൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ പക്ഷി പരിപാലനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് പരിപാലനം പഠിച്ചു. ഒന്ന് കന്നുകാലി പരിപാലനവും പിന്നെ പക്ഷി പരിപാലനവും. ഫസ്റ്റ് വൺ ഏതേനു മക്കളെ? ഫസ്റ്റ് വൺ ഏതായിരുന്നു? നമ്മുടെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റും അതേപോലെ പൗൾട്രി ഫാമിംഗ്. സെറ്റാണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ നമുക്കൊരു അഞ്ചെട്ട് നമുക്ക് ഇതേപോലെയുള്ള അഗ്രികൾച്ചർ മെത്തേഡുകൾ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് സിമ്പിൾ ആണ് മനസ്സിലാക്കി പഠിച്ചാൽ എന്താണ്? വളരെ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ പക്ഷികളെ പരിപാലിക്കുന്നു, പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷികളെ നമ്മൾ എന്തിനാ പരിപാലിക്കുക? മുട്ടയ്ക്ക് മാംസത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും കാണാപ്പാടം പഠിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇത്. ഓക്കെ, അപ്പൊ അടുത്ത നോക്കൂ മക്കളെ. സെറികൾച്ചർ. മക്കളെ, സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ മലയാളത്തിലും സെറികൾച്ചർ എന്നാണ് പറയാ. അപ്പൊ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടുനൂലില്ലേ, ഈ പട്ടുനൂൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? പട്ടുനൂൽപ്പുഴു ഉണ്ട്. ഈ പട്ടുനൂൽപ്പുഴയുടെ ഒരു പ്രത്യേക ലാർവ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലാർവയിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ലാർവയുടെ ഒരു പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നമ്മൾ പട്ടുനൂൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇത് പട്ടുനൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സെറികൾച്ചർ എന്ന് പറയുന്നു. എന്താണ്? പട്ടുനൂൽ പുഴുക്കളെ നമ്മൾ പട്ടിന്റെ നിർമ്മാണത്തിനായിട്ട് നമ്മൾ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെറികൾച്ചർ എന്ന് പറയാ. റിയറിംഗ് സിൽക്ക് വർംസ്. എന്താണ്? സിൽക്ക് വർംസ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറികൾച്ചർ. അപ്പൊ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ പുഴു സെറികൾച്ചർ. ഓക്കെ, പക്ഷി പരിപാലനം പൗൾട്രി ഫാമിംഗ് അല്ലെ. കന്നുകാലി പരിപാലനം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്. സെറ്റാണോ? ഇതില് നമുക്ക് രണ്ട് വെറൈറ്റീസ് നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. അത് നോക്കും മക്കളെ. പട്ടുനൂൽ പൂവിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വെറൈറ്റീസ്, ഓരോന്നിന്റെയും വെറൈറ്റീസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇതിലും രണ്ട് വെറൈറ്റീസ് ഉണ്ട്. നോക്കും മക്കളെ, ഏതൊക്കെയാണ്? നമ്മൾ മൾബറി പട്ടുനൂൽ പുഴു, അതേപോലെ ടെസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് ഇതിന്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മൾബറി, ടെസറെ, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് നമ്മുടെ സെറികൾച്ചറിൽ അഥവാ പട്ടുനൂൽ പുഴുക്കളെ വളർത്താറുണ്ട്. അതിന്റെ വെറൈറ്റീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. പട്ടുനൂൽ പുഴുക്കളെ വെറൈറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? മൾബറി പട്ടുനൂൽ പുഴു, ടെസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാ പറഞ്ഞു? ഫസ്റ്റ് വൺ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, കന്നുകാലി പരിപാലനം. രണ്ടാമത്തത് ഏതായിരുന്നു? പൗൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ പക്ഷി പരിപാലനം. മൂന്നാമത് നമ്മൾ പറഞ്ഞു, ഏതാ മൂന്നാമത് പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞേ സെറികൾച്ചർ. മലയാളത്തിൽ അതിനെന്താ പറയാ? സെറികൾച്ചർ എന്നാട്ടോ പറയാ. സെറികൾച്ചർ എന്ന് തന്നെ പറയാം. അപ്പൊ ഇതുവരെ പറഞ്ഞത് സെറ്റാണോ? ഇതുവരെ പറഞ്ഞത് മക്കൾക്ക് ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മിസ് ആദ്യത്തെ ചിത്രം കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ കാണിച്ച ചിത്രം ഇല്ലേ, ഇതിലിപ്പോ നമ്മൾ ആരൊക്കെ പറഞ്ഞു? നമ്മുടെ കന്നുകാലി പരിപാലനം നമ്മൾ പറഞ്ഞു. പിന്നെ വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ മക്കളെ, നമ്മുടെ മത്സ്യം ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്ന ഈ മത്സ്യം കൃഷി ചെയ്യുന്നില്ലേ? നമ്മൾ മത്സ്യം കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ മത്സ്യത്തിനെ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ചില വീട്ടിലൊക്കെ ഉണ്ടാവൂല അക്വേറിയത്തിലൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്ന നല്ല രസമുള്ള മത്സ്യങ്ങൾ. അതായത് അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മത്സ്യങ്ങളെ വളർത്താറുണ്ട് അല്ലെ. അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മത്സ്യങ്ങളെ വളർത്താറുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. എന്തിനാ?
ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഭക്ഷണ ആവശ്യത്തിനും അല്ലെങ്കിൽ അലങ്കാരത്തിനും വേണ്ടിയിട്ട് നമ്മൾ മത്സ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വളർത്താറുണ്ട്. ആ കൃഷി രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ശാസ്ത്രീയമായി ഇങ്ങനെ മത്സ്യത്തെ വളർത്തുക അലങ്കാരത്തിനും ഭക്ഷണാവശ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വളർത്തുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പിസികൾച്ചർ എന്ന് പറയും. എന്താ പറയാ? പിസികൾച്ചർ. അപ്പൊ സെറികൾച്ചർ എന്തായിരുന്നു? സെറികൾച്ചർ എന്തായിരുന്നു മക്കളെ? നോക്കിക്കോ, എന്താ സെറികൾച്ചർ? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതാണ് സെറികൾച്ചർ. മാറിപ്പോയത് ഇനി ഒരുപാട് കൾച്ചറുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് മിസ് ചോദിക്കുന്നുട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുക, പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെ വളർത്തുക. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭക്ഷണാവശ്യത്തിനുണ്ട്, അതേപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളും ഉണ്ടല്ലോ. അലങ്കാര മത്സ്യങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള, നമ്മൾ വളർത്താറുള്ള ഫിഷ് ഏതൊക്കെയാ? ഏതൊക്കെ ഫിഷ് അങ്ങനെ ഉപയോഗിക്കുക? ഗപ്പി കേട്ടിട്ടുണ്ടോ? ഗപ്പി ഫിലിം ഇറങ്ങിയതിന് ശേഷം ഗപ്പി ആകെ ഫേമസ് ആണ് അല്ലെ. അപ്പൊ ഗപ്പി എന്ന് പറയുന്നത് എന്താണ്? ഫിഷ് ഗപ്പി എവിടെ മക്കളെ? സോറി, ഗോൾഡ് ഫിഷും ഗപ്പിയും ഒക്കെ എന്താണ്? നമ്മൾ അലങ്കാര മത്സ്യങ്ങളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ കരിമീന് രോഹു കട്ല, നമ്മുടെ കരിമീന് രോഹു കട്ല ഒക്കെ എന്താണ്? നമ്മൾ ഭക്ഷണാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇത് മനസ്സിലായോ? പിസികൾച്ചർ എന്താന്ന് മനസ്സിലായോ? സെറികൾച്ചർ എന്താ? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുക. പിസികൾച്ചർ എന്താ? മത്സ്യം കേട്ടോ. പിസികൾച്ചർ മത്സ്യം, സെറികൾച്ചർ പട്ടുനൂൽ പുഴു. സെറ്റല്ലേ? അടുത്ത കൃഷി രീതി അത് പോകുന്നതിന് മുന്നേ ഓക്കെ, ഇതും കൂടി പറഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പൊ നോക്കാം, നമ്മുടെ ഇത് ചിത്രത്തിൽ എന്താ കാണുന്നേ? നല്ല രസമുള്ള പൂവുണ്ടല്ലേ? പൂവുണ്ടോ? കണ്ടോ മക്കളെ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പൂക്കൾ കൃഷി ചെയ്യുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സിനിമകളിലൊക്കെ. അതായത് നായകനും നായികയൊക്കെ നമ്മളെ നല്ല പൂവ്, ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടാവില്ല, എന്നിട്ട് അതിന്റെ ഇടയിലൂടെ നായകനും നായികയൊക്കെ ഇങ്ങനെ ഓടുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പൂക്കൾ കൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ. അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ പൂക്കളെ കൃഷി ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ്, ആ കൃഷി രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞ. എന്താ പറയാ മക്കളെ? ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നു. ഫ്ലോറികൾച്ചർ. ഓക്കെ. അപ്പൊ ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ്. നമ്മൾ എന്ത് ചെയ്യാ? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കളെ എങ്ങനെ വളർത്തുക? ഏതൊക്കെ പൂക്കൾ അങ്ങനെ നമ്മൾ കൃഷി ചെയ്യാറുള്ളത്? ഏതൊക്കെയാണ് അങ്ങനെ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാറുള്ളത്? ഏതൊക്കെയാ? മുല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പൂക്കളെ തന്നെയാ, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള പൂക്കൾ തന്നെയാണ്. ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മളിങ്ങനെ കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ വ്യാവസായിക അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ പൂക്കൾ നമ്മൾ കൃഷി ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോറികൾച്ചർ. ഫ്ലവർ, അപ്പൊ എഫ് അല്ലെ, എഫ് ഫ്ലോറി. ഓക്കെ, ഫ്ലോറി ട്ടോ. അപ്പൊ ഫ്ലോറികൾച്ചർ, പൂക്കളെ വളർത്തുന്നത് ഫ്ലോറികൾച്ചർ. പട്ടുനൂൽപ്പുഴ ഏതായിരുന്നു? സെറികൾച്ചർ. മത്സ്യങ്ങളോ? നമ്മുടെ പിസികൾച്ചർ. സെറ്റാണോ? ഇതുവരെ പറഞ്ഞ കൃഷി രീതികളൊക്കെ മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? അപ്പൊ ഇനി ഈ ചിത്രത്തിലേക്ക്, ആദ്യം നമ്മൾ കാണിച്ച ചിത്രത്തിലേക്ക്, ഇപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? മത്സ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏതാ? കന്നുകാലി പരിപാലനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയാനുള്ളത് ഈ രണ്ടെണ്ണം പറയാനുണ്ട് അല്ലെ. ഈ രണ്ടാൾക്കാരെയും പറയാനുണ്ട്. മുയലിനെ വളർത്തുന്നവരുണ്ടല്ലേ, ചിലവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്ത്? മുയലിനെ വളർത്തുന്നവരുണ്ടാകും. അപ്പൊ എന്തിനാണ് നമ്മൾ മുയലിനെ വളർത്താറുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുയലിനെ വളർത്താറുള്ളത്? ചിലവരൊക്കെ എന്ത് ചെയ്യും? മുയലിറച്ചി കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ? ഇഷ്ടാണോ? കഴിച്ചിട്ടുണ്ടോ മക്കളെ? അപ്പൊ മുയലിറച്ചി നമ്മൾ മാംസത്തിന് വേണ്ടിയിട്ടും വളർത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ അതായത് ചില മുയലൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും അല്ലെ. ചിലരുടെ വീട്ടിലൊക്കെ നല്ല രസമായിരിക്കും ചില മുയലിനെ കാണാനൊക്കെ. അപ്പൊ അവരെ നമ്മൾ അലങ്കാരങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? അതിനെ നമ്മൾ എന്ത് വിളിക്കും? ശാസ്ത്രീയമായി ഇങ്ങനെ മുയലുകളെ വളർത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ക്യൂണികൾച്ചർ എന്ന് പറയും. മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും അങ്ങനെ തന്നെയാണ് പറയാ. എന്താ പറയാ? ക്യൂണികൾച്ചർ എന്ന് പറയും ട്ടോ. അപ്പൊ എന്താണ് ക്യൂണികൾച്ചർ? ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ മുയലുകളെ വളർത്തുന്നതിന്റെ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂണികൾച്ചർ. ഓക്കെ, ക്യൂണികൾച്ചർ. ഇതിന്റെ 2 വെറൈറ്റീസേ ഉള്ളൂ. രണ്ട് മുയല് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്തിരിക്കുക? ജയന്റ്. ഓക്കെ, ജയന്റ് അവിടെ വേണം. അപ്പൊ ഏതൊക്കെയാ? ഗ്രേ ജയന്റ് ഉണ്ട്, വൈറ്റ് ജയന്റ് ഉണ്ട്. ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അത് ആലോചിച്ചാൽ മതി. ജയന്റ്. ഓക്കെ, ജയന്റ്, ഗ്രേ ജയന്റ് ഉണ്ട്, വൈറ്റ് ജയന്റ്. 2 വെറൈറ്റീസ് ആണുള്ളത്, ഗ്രേ ജയന്റും വൈറ്റ് ജയന്റും. അപ്പോ ഇത്ര ഇതിലും മനസ്സിലാക്കാനുള്ളൂ. ശാസ്ത്രീയമായി നിങ്ങൾ ഈ പേരുകൾ ഒരിക്കലും മറക്കരുത്. ഏത്? ശാസ്ത്രീയം, അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. അതായത് ശാസ്ത്രീയമായി മുയൽ വളർത്തൽ ഏതാ? ക്യൂണികൾച്ചർ. ഓക്കെ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ പൂക്കൾ വളർത്തൽ ഏതാണ്?
ഫ്ലോറികൾച്ചർ. ഇങ്ങനെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. ആ പേരുകൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രീയമായ മുയൽ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ആ ചിത്രത്തിൽ ഒന്നുകൂടി ഉണ്ടല്ലോ, മിസ് ആദ്യം കാണിച്ച ചിത്രത്തിൽ ഏതാ മുയൽ വളർത്തുന്നത് പറഞ്ഞു, ഏതാണ്? ക്യൂണികൾച്ചർ. മത്സ്യം ഏതാ? പിസികൾച്ചർ. പിന്നെ ഏതാ? നമ്മുടെ ക്യൂണികൾച്ചർ. പിന്നെ കന്നുകാലി പരിപാലനം അഥവാ എന്താണ്? ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് അല്ലെ, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഈ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഏതാ ഉള്ളേ? ഏതാ? നമ്മുടെ കൂണ്. ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ കൂണ് വളർത്തുന്നവരുണ്ട് അല്ലെ. എന്തിനാ നമ്മൾ ഈ കൂണ് ഉപയോഗിക്കുക? നല്ല പോഷകഗുണമുള്ള ഒരു സ്വാദിഷ്ടമായ ഒരു ഭക്ഷണ വിഭവമാണ് എന്ത്? നമ്മുടെ കൂൺ എന്ന് പറഞ്ഞാൽ. കഴിച്ചവരുണ്ടോ? അപ്പൊ നമ്മുടെ കൂണിനെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ കൂൺ വളർത്തുന്നതിനെ വിളിക്കും നമ്മൾ എന്ത് വിളിക്കും? മഷ്റൂം കൾച്ചർ എന്ന് പറയും. എന്താ പറയാ മക്കളെ? മഷ്റൂം കൾച്ചർ എന്ന് പറയും. ഇതിലും 2 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ കൂണിന് രണ്ട് വെറൈറ്റീസ് ഉണ്ട്, അതും നോക്കണം കേട്ടോ. ഏതാണ്? പാൽക്കൂണ്, ചിപ്പിക്കൂണ്. ഏതൊക്കെയാ? പാൽക്കൂണ്, ചിപ്പിക്കൂണ്, പാൽക്കൂണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് വെറൈറ്റീസ് ആണ് എന്തിനുള്ളത്? നമ്മുടെ മഷ്റൂം നമ്മുടെ കൂണിനുള്ളത് കേട്ടോ. അപ്പൊ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ കൂൺ വളർത്തുന്ന രീതിയെ നമ്മൾ മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നു. സെറ്റാണോ? സെറ്റായോ മക്കളെ? സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ മിസ് അടുത്തയിലേക്ക് പോട്ടെ. മക്കളെ, നമുക്ക് നമ്മുടെ നെല്ലും ഇതും മാത്രം കൃഷി ചെയ്താൽ മതിയോ? നമുക്ക് പഴങ്ങളും പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യണ്ടേ? വേണ്ടേ? നമുക്ക് പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കണ്ടേ? അപ്പൊ നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നു. എന്താ പറയാ? ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നു. അതായത് നമുക്ക് ഏതൊക്കെ പഴങ്ങൾ മക്കൾക്ക് അറിയാം? നാടൻ പഴങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. നമ്മുടെ മാങ്ങയും ചക്കയൊക്കെ അങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട്. അതല്ലാണ്ട് തന്നെ നമ്മുടെ അന്യദേശ പഴങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ റംബൂട്ടാന്, അതേപോലെ നമ്മുടെ ലിച്ചി, ഡ്യൂരിയാൻ, ഇതൊക്കെ എന്താണ് അന്യദേശ പഴങ്ങളാണ്. അതും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. റംബൂട്ടാനൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പഴവും പച്ചക്കറിയൊക്കെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുക? ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞ. അപ്പൊ നാടൻ പഴങ്ങളും അല്ലാണ്ട് എന്തുണ്ട്? അന്യദേശ പഴങ്ങളും നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യാറുണ്ട്. സെറ്റാണോ? ഒന്നും കൂടി ഉള്ളു മക്കളെ. ഇതും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കൃഷി രീതികൾ ഇവിടെ അവസാനിക്കും. ഓക്കെ, ഏതായാലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? അവസാനിക്കും കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമുക്ക് ചുറ്റൂല്ലേ? ഇല്ലേ? ഒരുപാട് ഔഷധ സസ്യങ്ങൾ, മെഡിസിനൽ പ്ലാന്റ്സ് നമുക്ക് ചുറ്റൂല്ലേ? ഏതൊക്കെ മെഡിസിനൽ പ്ലാന്റ്സ് നമുക്കൊക്കെ അറിയാം? നമ്മുടെ കച്ചാർവാഴ ഉണ്ട്, അതേപോലെ നമ്മുടെ ആര്യവേപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ ഔഷധ സസ്യങ്ങളെ കൃഷി ചെയ്യുന്നൊക്കെ ഇപ്പൊ നമ്മുടെ ആയുർവേദം എന്ന് പറയുന്ന ആയുർവേദ ചികിത്സകളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്തിനെയാണ്? നമ്മുടെ ഔഷധ സസ്യങ്ങളല്ലേ? അതാണ് അതിന്റെ അടിസ്ഥാനം തന്നെ. അപ്പൊ നമ്മളും ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മുടെ പനി വരുമ്പോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഔഷധ സസ്യത്തിന്റെ കൃഷി ചെയ്യുന്ന ആ രീതിയെ നമ്മൾ എന്ത് വിളിക്കും? ഒന്നുമില്ല, കൃഷി കൂട്ടി കൊടുത്താൽ മതി. ഔഷധ സസ്യ കൃഷി അഥവാ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ അഥവാ ഔഷധ സസ്യ കൃഷി എന്ന് പറയും. ഓക്കെ, ഇതിലൊന്നും മനസ്സിലാക്കാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഔഷധ സസ്യങ്ങളെ കൃഷി ചെയ്യുന്നു, ആ പേര് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. ഓക്കെ, ഇതിൽ ഏതൊക്കെ മെഡിസിനൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ കച്ചാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി. ഇത് കേൾക്കാത്തവരൊക്കെ ഉണ്ടോ? ഇതൊക്കെ കേൾക്കാത്തവരുണ്ടാവില്ലേ അല്ലേ? നമ്മുടെ കച്ചാർവാഴയൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിസ്സിന്റെ വീട്ടിലുണ്ട് കേട്ടോ, മിസ്സിന്റെ വീട്ടിലുണ്ട്. അപ്പൊ ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം ഇതൊക്കെ എന്താണ്? ഔഷധ സസ്യങ്ങളാണ് കേട്ടോ. മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പല രീതികളിൽ പല കൃഷി രീതികളുണ്ട്, പല കൃഷികളുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞത് സെറ്റായോ മക്കളെ? അങ്ങനെയാണെങ്കിൽ മിസ് അടുത്തയിലേക്ക് പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് എല്ലാവരും ഒരുപോലെയാണോ? എല്ലാവരും ഈ കൃഷി രീതികളൊക്കെ ചെയ്യുന്നത് ഒരുപോലെയാണോ? അല്ലെ, പലതരത്തിൽ. ഇപ്പൊ നമ്മൾ ഒരു തക്കാളി കൃഷി ചെയ്യണം, നമുക്കൊരു കുറച്ച് തക്കാളി കൃഷി ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് ഇത്ര വിസ്തൃതിയുള്ള സ്ഥലത്തെ ചെയ്യാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് നമുക്ക് പല രീതിയിൽ ചെയ്തൂടെ? അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കൾട്ടിവേഷൻ മെത്തേഡുകൾ. അതായത് പല കൃഷി നമുക്ക് പല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. അതിൽ ഒന്നാമത്തെ രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. ഏതാണ്? പോളി ഹൗസ് ഫാമിംഗ്. മലയാളത്തിൽ അതിനെ കേട്ടോ പറയാ. എന്താ പറയാ? പോളി ഹൗസ് ഫാമിംഗ്. ഓക്കെ, അപ്പൊ എന്താണ് പോളി ഹൗസ് അല്ലെങ്കിൽ എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ?
നോക്കൂ, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ആ ചിത്രത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് അല്ലെ അതിൽ ഒരുപാട് എന്തോ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ എന്തുണ്ട്? ആ ഒരു സുതാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് ആണ് കേട്ടോ. അത് ആ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിനെ ഒരു കംപ്ലീറ്റ്ലി ആ കൃഷിസ്ഥലം മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക? കവർ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പാർഷ്യലി ഭാഗികമായിട്ടോ ഇങ്ങനെ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞു. ഇതിനെ പ്രത്യേകിച്ച് ഇത് തുടക്കത്തിലൊക്കെ ഭയങ്കര ചെലവേറിയ ഒരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര ചെലവാണ്, ഇത് ചെയ്യാനൊക്കെ ഭയങ്കര ചെലവാണ്. പക്ഷേ സാധാരണ ഒരു കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അനേകം മടങ്ങ് വിളവ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് ലാഭവും നമുക്ക് എന്ത് ചെയ്യും? ഈ പോളി ഹൗസ് ഫാമിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പോളി ഹൗസ് ഫാമിംഗ് കാരണം എന്താ? നമ്മുടെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ താപനിലയൊക്കെ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിലുള്ള താപനിലയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പൊ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പോളിത്തീൻ ഷീറ്റ് പോളിത്തീനും കൊണ്ട് സുതാര്യമായ ഷീറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ കൃഷിസ്ഥലം എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി നമ്മൾ കവർ ചെയ്തിട്ട് കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞത്. സെറ്റല്ലേ? സെറ്റല്ലേ? 3 രീതികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. 3 രീതികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ രീതിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നതാണ് പ്രിസിഷൻ ഫാമിംഗ്. പ്രിസിഷൻ ഫാമിംഗ് മക്കളെ ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുന്ന ട്രിപ്പൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കണ്ടവരുണ്ടാവില്ല ഇങ്ങനത്തെ കൃഷി രീതികളൊക്കെ. ഇതെന്തിനാ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്? അത് നമ്മുടെ നമ്മൾ ചിലപ്പോൾ ചെടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില കളകൾ ഇങ്ങനെ വരില്ലേ അല്ലെ? ചെടികൾ വേറെ ചെടികളൊക്കെ ഇങ്ങനെ മുളച്ച് വരില്ലേ? അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ അത് തന്നെയാണ് പറയാം. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവവും മണ്ണിന്റെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അളവും എല്ലാം അറിഞ്ഞിട്ട് അതിന്റെ മണ്ണിന്റെ pH-ഉം ജലസാന്നിധ്യവും ഒക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ചിട്ടുള്ള കൃഷി രീതികൾ കൊണ്ടുവരിക. അതാണ് എന്ത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? അത്ര ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവവും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അളവും അതിന്റെ pH-ഉം അതിൽ എന്തൊക്കെയാണ് ആ മണ്ണിന്റെ സ്വഭാവം ഒക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ചിട്ടുള്ള കൃഷി ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള വിളവ് എടുക്കുക. അതാണ് എന്ത് നമ്മുടെ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ. സെറ്റാണോ? ഇനി ഒരു രീതിയേ ഉള്ളൂ. ആ ഒരു രീതി പറഞ്ഞ മക്കളെ നിങ്ങൾ നെട്ടും. എന്താണ് ആ രീതി? മണ്ണില്ലാതെയും കൃഷി ചെയ്യാം. മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമോ? മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമോ? അപ്പം മണ്ണില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യുന്ന രീതികളുണ്ട്. ഇത് സയൻസ് പ്രൂവ് ചെയ്ത കാര്യമാണ്. നമുക്ക് മണ്ണില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും. 2 രീതികളാണ് ഇതിലുള്ളത്. 2 രീതികള്. എയറോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയാ. എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും 2 രീതികൾ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് നോക്കാം. മക്കളെ നോക്കൂ, ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. അതിലെന്താണ്? ന്യൂട്രിയൻ സൊല്യൂഷൻ. ഈ ഒരു ചിത്രം കണ്ടോ? അതിലെന്താണ്? ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ ആണ്. ആ സസ്യത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ സസ്യങ്ങളെ ഇട്ട് വെച്ചിട്ട് ആ സസ്യങ്ങൾ ആ സൊല്യൂഷനിൽ കിടന്നിട്ട് എന്ത് ചെയ്യും? വളരാം. അതാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ? ജലം അല്ലെ? ലിക്വിഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ പ്ലാന്റ് എന്ത് ചെയ്യുക? ഗ്രോ ചെയ്യുക. അതാണ് എന്ത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ. സെറ്റാണോ? എന്താണ്? ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് എന്ത്? നമ്മുടെ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എയറോപോണിക്സ്? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലെ? അപ്പൊ എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയറിൽ ഉണ്ടാവേ, ചെടി എയറിൽ ഉണ്ടാവേ. അതെന്ത് കഥയാ? അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ട് മക്കളെ. വേരുകൾ നമ്മൾ എന്ത് ചെയ്യുക? വായുവിലേക്ക് നോക്കുക. എന്താണ് ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ കണ്ടോ? വായുവിലേക്ക് ഇങ്ങനെ കണ്ടോ? വേരാണ് ഈ കാണുന്നതൊക്കെ വേരാണ്. അപ്പോൾ വേരുകളെ നമ്മൾ എന്ത് ചെയ്യുക? വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയിട്ട് ആ വേരുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പോഷകങ്ങൾ എന്ത് ചെയ്യുക? സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് എയറോപോണിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. 2 രീതികളുണ്ട്. ഹൈഡ്രോപോണിക്സും ഉണ്ട്, എയറോപോണിക്സും ഉണ്ട്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പോഷക ലായനിയിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്ലാന്റ് ഗ്രോ ചെയ്യുക. അത് എന്താണ്? ഹൈഡ്രോപോണിക്സും. എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വായുവിലേക്ക് വേരുകൾ വളർന്നിറങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് നമ്മൾ പോഷകങ്ങളെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് എന്ത്? എയറോപോണിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ സെറ്റാണോ? 3 രീതികൾ, 3 കൃഷി രീതികളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പോളി ഹൗസ് ഫാമിംഗ്,
പ്രിസിഷൻ ഫാമിങ്, പിന്നെ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. അതായത് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിലാണ് ഇത് പഠിക്കുക കേട്ടോ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന 2 രീതികളിൽ ഒന്നാമത്താണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ്, രണ്ടാമത്തത് എയറോപോണിക്സും. സെറ്റാണോ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിൾ അല്ലേ? വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അല്ലേ? ആണ്. നോക്കൂ മക്കളെ, ഇനി ചെറിയൊരു ടോപ്പിക് കൂടെ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും? ഇതോട് കൂടിയിട്ട് അവസാനിക്കും. രണ്ട് ടോപ്പിക്കുകളെ കൂടെ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് ചുറ്റും ഒരുപാട് നാട്ടിനങ്ങളില്ലേ അല്ലേ? നാടൻ പഴങ്ങളും നാടൻ പച്ചക്കറികളും ഒക്കെ ഇല്ലേ? അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് നാറ്റീവ് വെറൈറ്റീസ് നോക്കാം. കുറച്ച് നാട്ടിനങ്ങളെ നമുക്ക് കുറിച്ച് നോക്കാം. ഓക്കെ, മാംഗോ. ഇവിടെ മാവിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഏതൊക്കെയാ മാങ്ങയുടെ വെറൈറ്റീസ് ഏതൊക്കെയാ കൊടുത്തിരിക്കുന്നത്? മൂവാണ്ടന്, കിളിച്ചുണ്ടൻ, മാവി. അത് കേട്ടില്ലേ? കിളിച്ചുണ്ടൻ വെച്ചിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ മൂവാണ്ടനും കിളിച്ചുണ്ടനും ഒക്കെ എന്താണ്? മാംഗോയുടെ വെറൈറ്റീസ് ആണ്. നമ്മുടെ പ്ലാന്റ് നമ്മുടെ വാഴയുടെ വെറൈറ്റീസ് ഏതൊക്കെയാ? ഞാലിപ്പൂവന്, അതേപോലെ തന്നെ ഏതാ നമ്മുടെ പാളയം കോടനൊക്കെ എന്താണ്? അതിന്റെ വെറൈറ്റീസ് ആണ്, പ്ലാന്റേറ്റിന്റെ വെറൈറ്റീസ് ആണ്. ഓക്കെ, പിന്നെ പശുവിന് ഏതൊക്കെയാ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? പശു കന്നുകാലി പരിപാലനം അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചൂര്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ അതെന്താണ്? വെച്ചൂര് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പശുവിന്റെ വെറൈറ്റി ആണ്. അതേപോലെ കാസർഗോഡ് കുള്ളൻ. എന്താണ്? കാസർഗോഡ് കുള്ളൻ. ഇതൊക്കെ എന്താണ്? നമ്മുടെ കൗവിന്റെ വെറൈറ്റീസ് ആണ്. ഒന്നും കൂടെ ഉള്ളൂ നമ്മുടെ ഗോട്ടിന്റെ, നമ്മുടെ ആടിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാ? മലബാരി, അട്ടപ്പാടി ബ്ലാക്ക്. മലബാറിയും പിന്നെ ഏതാണ്? നമ്മുടെ അട്ടപ്പാടി ബ്ലാക്കും ആണ് എന്തിന്റെ വെറൈറ്റീസ്? നമ്മുടെ ഗോട്ടിന്റെ വെറൈറ്റീസ്. അപ്പൊ 4 എണ്ണത്തിന്റെ വെറൈറ്റീസേ പഠിക്കാനുള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 1 by 1 ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം, നമ്മുടെ മാംഗോ മൂവാണ്ടനും കിളിച്ചുണ്ടനും എന്താണ്? മാവിന്റെ വെറൈറ്റീസ് ആണ്. വെച്ചൂരും കാസർഗോഡ് കുള്ളനും പശുവാണ്. നമ്മുടെ പ്ലാന്റേറ്റിൻ ഞാലിപ്പൂവനും പാളയം കോടനും എന്താണ്? പ്ലാന്റേറ്റിൻ ആണ്. ഗോട്ട് എന്ന് പറയുന്നത് ഏതാ? മലബാറിയും പിന്നെ ഏതാണ്? അട്ടപ്പാടി ബ്ലാക്കും എന്ന് പറയുന്നത് ഗോട്ടിന്റെ വെറൈറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ മക്കളെ. നമ്മുടെ നാട്ടിനങ്ങളെ കുറിച്ച് ഇത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. മനസ്സിലാക്കി വെക്കണേ. അപ്പൊ നമ്മുടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി രീതികൾ ഉണ്ടല്ലോ, പിസിക്കൾച്ചർ, എപ്പിക്കൾച്ചർ, എല്ലാം എന്ത് ചെയ്യുക? ആ പേരുകൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതെന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട അത്യാവശ്യമാണ്. അതെന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, നോക്കൂ മക്കളെ, അപ്പൊ കൃഷിയുടെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് കൃഷി ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റിലാണ്, അല്ലെങ്കിൽ വീട്ടിൽ സ്ഥലമില്ല, അടുത്തടുത്ത് വീടുകളാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ കൃഷി ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? ആണോ? അല്ലല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ ഉള്ള മരുന്നുകൾ അടിക്കുന്നതും കീടനാശിനികൾ അടിക്കുന്നതും ഒക്കെ. അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യും? വലിയ ദോഷം ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ കൃഷി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാടില്ലേ, നമ്മുടെ ടെറസുകളിലൊക്കെ ഉണ്ടാക്കുന്നില്ലേ? അല്ലെ, ടെറസുകളിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഗ്രോ ബാഗിൽ ഇങ്ങനെ കൃഷി ചെയ്യുക അല്ലെ? ഗ്രോ ബാഗ് കൾട്ടിവേഷൻ. ഗ്രോ ബാഗിൽ ഇങ്ങനെ കൃഷി ചെയ്യാം. അല്ലെങ്കിൽ ഇതെന്താ? ടെറസ് കൾട്ടിവേഷൻ ആണ് അല്ലെ? ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കൃഷി ചെയ്യാം. അങ്ങനെ പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ കൃഷിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെറുപ്പം മുതലേ ചെറിയ ക്ലാസ്സുകളിലെ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതാവും. പക്ഷെ അത് ജീവിതത്തിൽ എന്ത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? സെറ്റ് ആയോ മക്കളെ? സെറ്റായോ? ഒരു കാര്യം കൂടി പറയട്ടെ മക്കളെ, നമ്മുടെ കർഷകർ, പാവം കർഷകർ, ഇപ്പൊ ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉണ്ട് അല്ലെ? ഇപ്പൊ കർഷകരെ സഹായിക്കാനും അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട് അല്ലെ? ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ കർഷകരുടെ നല്ലതിന് വേണ്ടി ആവട്ടെ. അപ്പൊ നമ്മളെ കർഷകരുടെ കൃഷിയുടെ പ്രാധാന്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്റർ ഇതോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ ചാപ്റ്റർ വളരെ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. പക്ഷെ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുതാണെങ്കിലും അതിലെന്താണ്? ചെറുത് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കൃഷി രീതികൾ ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.